സർവം കൃഷ്ണമയം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കണ്ണനും കരിക്കുടവും. സർവം കൃഷ്ണമയം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എല്ലാവരോടും പറയണ്ടല്ലോ, കൃഷ്ണനെ കാണാനുള്ള മാർഗങ്ങളും കാര്യങ്ങളും. എല്ലാ സമയവും ഭഗവാനിൽ വിശ്വസിച്ച് ജീവിക്കുക. ഭഗവാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും കൃഷ്ണ എന്നുള്ള ആ ഒരു വിളിയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ ഭഗവാൻ എന്തായാലും നിങ്ങളിൽ പ്രത്യക്ഷനാവും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ക്രമേണ നിങ്ങളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഭഗവാനെ കാണുക. സ്വന്തം വീട്ടിലെ ഒരു അംഗമായിട്ട് തന്നെ ഭഗവാനെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഭഗവാനും നിങ്ങളോട് ഒരു സ്നേഹം തോന്നുള്ളൂ. നമുക്ക് വീട്ടിലൊരാൾക്ക് കൊടുക്കുന്ന അംഗീകാരം ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ എന്തായാലും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷമാവും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ. ഇന്ന് നമുക്ക് കുറൂരമ്മ ഞാൻ കുറൂരമ്മയുടെ കഥകളാണ് നമുക്ക് ഭഗവാനെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ. അതേപോലെ വില്ലുമംഗലം അവരുടെയൊക്കെ കഥകളാണ് ഭഗവാനെ കുറച്ചും കൂടി നമ്മളിലേക്ക് അടുപ്പിക്കാൻ, നമ്മളെ മനസ്സിനെ അടുപ്പിക്കാൻ കുറച്ചും കൂടി ഗുണം ചെയ്യാമെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഉണ്ണിക്കണ്ണൻ്റെ കുഞ്ഞുമാവയാവണ കഥകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ണിക്കണ്ണൻ്റെ അമ്മയാവുക എന്നുള്ളതാണ് ജീവിതത്തിൽ. ആ ഒരു അഭിലാഷം മാത്രമേ എനിക്ക് ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിലപ്പുറം എനിക്കൊരു ലോകം ഇല്ല. ഭഗവാന്റെ ലോകമാണ് എൻ്റെ ഏറ്റവും വലിയ ലോകം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഭഗവാനെ എൻ്റെ ഉണ്ണിയായിട്ട് സങ്കല്പിച്ചിട്ട് എന്നും ഞാൻ നിങ്ങളോട് പറയണത്. ഭഗവാൻ വരും, കാണാതിരിക്കില്ല എന്നുള്ളതൊക്കെ ഞാൻ പറയണത് എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ പറയണത്. അപ്പോൾ ഒരു ദിവസം കുറൂരമ്മ അതേപോലെ നേദ്യം കഴിഞ്ഞ് നേദ്യം അടച്ചു വെച്ചിട്ട് വീട്ടിൻ്റെ അകത്തേക്ക് പോയി. ആ അകത്ത് പോയിട്ട് തിരിച്ചു വന്ന ആ ഒരു സമയം കൊണ്ട് നേദ്യത്തിൻ്റെ പകുതി ഭാഗം കാണാനില്ല. നേദ്യപാത്രത്തിലെ പകുതി നേദ്യം കാണാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറൂരമ്മയുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു ഉണ്ണി എപ്പോഴും വന്നിട്ട് കുറൂരമ്മയ്ക്ക് ഒരു സഹായമായിട്ട് എപ്പോഴും വരും. രാവിലെ 4 മണി ആയാൽ അവൻ വരും, കുറൂരമ്മയുടെ അടുത്ത വീട്ടിൽ നിന്ന് വരും. എന്നിട്ട് രാത്രി കുറൂരമ്മ ഉറങ്ങണ വരെ അവൻ കുറൂരമ്മയുടെ അടുത്തുണ്ടാവും. അപ്പോൾ കുറൂരമ്മയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്കല്ലേ